നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കും സന്ദർശകർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമത്തിൽ ഖത്തർ അമീർ ഒപ്പുവച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമം 6 മാസത്തിനു ശേഷം പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട്. ഖത്തറിൽ പ്രവാസികൾക്കും സന്ദർശകർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള പുതിയ നിർദ്ദേശം പൊതുജനാരോഗ്യ മന്ത്രാലയമാണ് പുറത്തുവിട്ടത്. രാജ്യത്തെ ആരോഗ്യ പരിപാലന സേവനങ്ങൾ സംബന്ധിച്ച 2021 നിയമം നമ്പർ 22 അടിസ്ഥാനമാക്കിയാണ് തീരുമാനം. രാജ്യത്തെ എല്ലാ സർക്കാർ സ്വകാര്യ ആരോഗ്യ കേന്ദ്രത്തിലും പ്രവാസികൾക്കും സന്ദർശകർക്കും അടിസ്ഥാന സൗകര്യ സേവനങ്ങൾക്ക് ഇൻഷുറൻസ് ലഭ്യമാക്കാനാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ആരോഗ്യ പരിചരണ സേവനങ്ങൾ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച നിയമത്തിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇന്നലെയാണ് ഒപ്പുവച്ചത്. ഇൻഷുറൻസ് കവറേജിനനുസരിച്ചായിരിക്കും രാജ്യത്തെ പൊതു സ്വകാര്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവാസി താമസക്കാർക്കും രാജ്യത്തേക്കെത്തുന്ന സന്ദർശകർക്കും ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. നിയമത്തിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലായി പ്രഖ്യാപിക്കുമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ പൊതുജനാരോഗ്യ മേഖല കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളിൽ നിന്നാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത്. മുഴുവൻ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് ഉറപ്പാക്കേണ്ട ബാധ്യത തൊഴിലുടമയ്ക്കായിരിക്കും. സ്വകാര്യ മേഖലയുടെ കൂടി പങ്കാളിത്തത്തോടെ മുഴുവൻ താമസക്കാർക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇൻഷുറൻസ് പരിരക്ഷ കൂടുതൽ നിർണായകമാകും. രാജ്യത്തെ ജനസംഖ്യ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാവരും സർക്കാർ ആരോഗ്യ മേഖലയ്ക്കായി കാത്തിരിക്കുന്നത് ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വരുന്നതിലൂടെ കുറയും. ആരോഗ്യ പരിചരണത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും കഴിയും. നിലവിൽ രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ഹെൽത്ത് കാർഡ് ഉള്ളവർക്ക് മാത്രമേ ചികിത്സ ലഭ്യമാകൂ. വിസയുള്ളവർക്ക് മാത്രമേ ഹെൽത്ത് കാർഡ് ലഭിക്കൂ എന്നതിനാൽ സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടാനാവില്ല. അതേസമയം സ്വകാര്യ ആശുപത്രികളിൽ പ്രത്യേക നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ നിയമം നിലവിൽ വരുന്നതോടെ എല്ലാത്തരം ആശുപത്രികളിലും ചികിത്സ ലഭ്യമാകണമെങ്കിൽ വിസയുള്ളവരും സന്ദർശകരുമായ മുഴുവൻ പ്രവാസികൾക്കും ഹെൽത്ത് കാർഡ് ഇൻഷുറൻസ് വേണ്ടിവരും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.